ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മാമച്ചായനും അതുപോലെ ഗ്രേസമ്മയും കൂടെ വീട്ടിൽ വന്നിരുന്ന് നമ്മുടെ ചിന്നുമോളെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയാം. കണ്ണ് നോക്കിക്കുക മാമച്ചായ, മൂക്ക് നോക്കിക്കുക മാമച്ചായ, നമുക്ക് പരിചയമുള്ള ആരുടെയെങ്കിലും ചായ തോന്നുന്നുണ്ടോ എന്ന് നോക്കിക്കേ എന്നൊക്കെ ഇങ്ങനെ ഗ്രേസമ്മ പറയുമ്പം നിനക്കെന്താ കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യണമെന്ന് ചോദിച്ചു മാമച്ചായൻ. അവർ തരുമോ? അപ്പം നമുക്കിഷ്ടമുള്ള കുഞ്ഞിനെ ദത്തെടുക്കാൻ പറ്റില്ലെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ വേറെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ എന്ന് മാമച്ചായൻ പറഞ്ഞു. അപ്പോൾ അവർക്ക് തന്നെ ഒരു ലിസ്റ്റ് ഉണ്ടാവും, അതിൽ നിന്ന് ആരെങ്കിലും എടുക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ മാമച്ചായൻ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ കുഞ്ഞ് ത്യാഗഭവൻകാരുടെ അല്ലല്ലോ, സ്നേഹനികേതനത്തിൽ നിന്ന് ഏൽപ്പിച്ചു കൊടുത്തതല്ലേ എന്ന് ചോദിച്ചു. അലീനയാണ് അതിൻ്റെ എഗ്രിമെൻ്റൊക്കെ സൈൻ ചെയ്തത്, അവൾ ചോദിച്ചാൽ തിരിച്ചു കൊടുക്കണ്ടേ എന്ന് ചോദിച്ചു. അപ്പോൾ നീ കാര്യമായിട്ട് പറയുകയാണോ എന്ന് മാമച്ചായൻ ചോദിച്ചു. അപ്പോൾ ഗ്രേസമ്മ ചിന്നുമോളെ കണ്ടപ്പം മുതൽ മനസ്സിന് എന്തോ പോലെയാണെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് വേണമെങ്കിൽ ത്യാഗഭവൻകാരുമായിട്ടൊന്ന് സംസാരിച്ച് നോക്കിയാലോ, ധൃതിയൊന്നും പിടിക്കണ്ടെന്ന് പറഞ്ഞു മാമച്ചായൻ. ആ ഒരു സമയത്ത് ഗ്രേസമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. വലിയ ചിരിയൊക്കെ ആയിട്ട് കുഞ്ഞിൻ്റെ ഫോട്ടോയിൽ നോക്കി ഇങ്ങനെ ഇരിക്കും, ഇത് നോക്കിക്കും മാമച്ചായ എന്നൊക്കെ പറഞ്ഞു. ഈ സമയത്ത് നമ്മുടെ അലീനയും രേവതിക്കുട്ടിയും കൂടെ സംസാരിക്കുക. ലിജോ ചേട്ടൻ ഫോട്ടോഗ്രാഫർ ആയിരുന്നു എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇതൊക്കെ അവർ പിക്നിക്കിന് പോകുമ്പോൾ ഫോട്ടോസ് എടുത്ത മാമച്ചായനും ഗ്രേസമാൻ്റെയും ഇതൊക്കെ എടുത്ത ഫോട്ടോസാണ്, അതൊക്കെ വേറെ ആൽബത്തിലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇവരുടെ മകൻ്റെ റൂമിൽ ഇരുന്ന് ഇവർ രണ്ടുപേരും കൂടെ സംസാരിക്കുക. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ സംസാരിക്കുമ്പം ഇത്രയും ഫ്രീഡം ഉണ്ടായിരുന്നവർക്ക് കല്യാണം കഴിഞ്ഞതിന് മുന്നേ ഒന്നിച്ച് യാത്ര ചെയ്യാനൊക്കെ അപ്പോൾ ഭയങ്കര പ്രേമമല്ലായിരുന്നു ചേച്ചി എന്നും പറഞ്ഞ് എല്ലാം അലീനയോട് പറയുക. ജിജ ചേട്ടൻ ആർക്കിടെക്റ്റായിട്ട് ജോലി ചെയ്യായിരുന്നു, ഷെറിൻ ചേച്ചി LLBക്ക് പഠിക്കായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ എറണാകുളത്ത് തന്നെ ആയിരുന്നു എന്ന് ചോദിച്ചു. അതന്നെ, ആ ചേച്ചി മിക്കപ്പോഴും ഇവിടെ വരുമായിരുന്നു എന്ന കാര്യമൊക്കെ പറയും. അങ്ങനെ അലീനയും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ അലീനയ്ക്ക് വല്ലാത്തൊരു വിഷമം തോന്നി. അപ്പോൾ രണ്ടുപേരുടെയും വീട്ടുകാർ തമ്മിൽ ആലോചിച്ചൊക്കെ തീരുമാനിച്ച് വെച്ചിരുന്നതാണ് ഈ വീട്ടിൽ വെച്ച് കല്യാണം ഉറപ്പിക്കൽ ചടങ്ങ് നടത്തി. മനസ്സമ്മതത്തിൻ്റെ 2 ദിവസം മുൻപായിരുന്നു ആക്സിഡൻറ്റ് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നു. ഇതൊക്കെ കേട്ടപ്പോൾ അലീനയ്ക്ക് എന്തെന്നില്ലാത്ത സങ്കടം. അങ്ങനെ ഫോട്ടോസൊക്കെ നോക്കി അലീന അതുപോലെ തന്നെ അത് അവിടെ എടുത്തു വെച്ചു. അതിന് ശേഷം അതൊക്കെ എടുത്ത് അലമാരിയിൽ വെക്കുക. അപ്പോഴത്തേക്കും ഗ്രേസമ്മയും മാമച്ചാനും അങ്ങോട്ട് വന്നു. അപ്പോൾ ഞങ്ങൾ പോയിട്ട് വന്നു, നിങ്ങൾ അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചു. അയ്യോ ഇല്ലല്ലോ, എപ്പോഴാണ് വന്നതെന്ന് ചോദിച്ചു. അപ്പോൾ വണ്ടിയുടെ ശബ്ദമൊന്നും കേട്ടില്ലല്ലോ. കൊള്ളാം, നല്ല ചിരിയാകട്ടോ എന്നും പറഞ്ഞുകൊണ്ട് നേരം മാമച്ചായൻ പറയുക. അപ്പം അലീന ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ എന്ത് ചെയ്യായിരുന്നു രണ്ടുപേരും കൂടി ഇവിടെയും ചോദിക്കുമ്പം ഇവൾ എന്നോട് ഓരോരോ കാര്യങ്ങൾ പറയായിരുന്നു എന്ന് പറഞ്ഞു അലീന. അപ്പം മാമച്ചായ അതങ്ങ് കൊടുത്തേക്കാൻ പറഞ്ഞു. അങ്ങനെ ആ കവർ അലീനയുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ അയ്യോ എനിക്കോ, അയ്യോ രേവതിക്കുട്ടി നിനക്കായിരിക്കും, നീ വാങ്ങിച്ചോളാൻ പറഞ്ഞു അലീന. അന്നേരം ഇങ്ങനെ നോക്കുക, രേവതിക്കുട്ടിക്ക് കൊടുക്കാൻ ഞങ്ങൾക്കറിയാം, ഞങ്ങളത് കൊടുക്കുന്നുണ്ട്, ഇത് നിനക്കാണെന്ന് മാമച്ചായം പറയുമ്പം അയ്യോ എനിക്കെന്തിനാ ഇതൊക്കെ, ഞാൻ എന്ത് ചെയ്തിട്ടാണെന്ന് അലീന ചോദിക്കുമ്പം എൻ്റെ കൊച്ചേ നീയല്ലേ ഞങ്ങൾക്ക് ഇവളെ കൊണ്ടുവന്ന് തന്നത്, നീ ഒരു സമ്മാനം ഞങ്ങൾക്ക് തന്നപ്പോൾ ഞങ്ങൾ തിരിച്ചെന്തെങ്കിലും നിനക്ക് തരണ്ടേന്ന് ചോദിച്ചു. അന്നേരം ഇങ്ങനെ തിരിച്ചുകൊണ്ട് നിൽക്കുക നമ്മുടെ അലീന. വാങ്ങിച്ചോ ചേച്ചി, ഇഷ്ടമുണ്ടായിട്ട് തരുന്നതല്ലേ ചേച്ചി, വാങ്ങിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ എനിക്കത് പിടിച്ചുകൊണ്ട് നിൽക്കാൻ വയ്യ, പിടിക്കുക എന്നും പറഞ്ഞു മാമച്ചായൻ അത് അലീനയുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ അലീനയുടെ കണ്ണൊക്കെ നിറഞ്ഞു. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സമ്മാനം തരുന്നത് അല്ലെങ്കിൽ കിട്ടുന്നതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നമ്മുടെ അലീന കരഞ്ഞു. അപ്പോൾ മാമച്ചായ എന്നും പറഞ്ഞ് അവർ രണ്ടുപേരും പോയി കേട്ടോ. ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് അലീനക്കുട്ടി ഇങ്ങനെ നമ്മുടെ അലീനയെ രേവതിക്കുട്ടി ഇങ്ങനെ കെട്ടിപ്പിടിക്കുക. അങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന അലീനയെ ഇത് സന്തോഷം കൊണ്ടുള്ള കണ്ണുനീരല്ലേന്ന് ചോദിച്ചു രേവതി. എന്തേന്ന് പറഞ്ഞു. ഇത് ശരിക്കും എനിക്കല്ല കിട്ടിയത്, നിനക്കാ മോളേന്നും പറഞ്ഞുകൊണ്ട് അലീന ഇങ്ങനെ പറയാം. നീ നല്ലതായതുകൊണ്ടല്ലേ അവർ എനിക്കിത് തന്നതെന്നും അലീന രേവതിയോട് ചോദിച്ചു. എനിക്കിതിൽ കൂടുതൽ എന്ത് സന്തോഷമാണ് വേണ്ടതെന്നൊക്കെ ചോദിക്കുക കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷത്തോടെ സ്നേഹത്തോടെ അനിയത്തിക്കുട്ടിയെ ചേർത്ത് പിടിക്കുക നമ്മുടെ അലീന കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ചേർത്ത് അനിയത്തിയും കൂടെ അവിടെ നിൽക്കുന്നു. ഇതേ സമയം പിന്നെ കാണിക്കുന്നത് മുത്തശ്ശി കേട്ടോ. മുത്തശ്ശിയാണെന്നുണ്ടെങ്കിൽ തിരിഞ്ഞു മറിഞ്ഞൊക്കെ കിടക്കുക, ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പോഴേക്കും കൃഷ്ണജി അങ്ങോട്ടേക്ക് വന്നു. മുത്തശ്ശി ഉറങ്ങിയൊന്നും ചോദിച്ചു. ഇല്ല മോളെ ഉറങ്ങിയില്ല. നീ എന്താ മോളെ ഉറങ്ങാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് വന്നില്ല ഉറക്കമെന്ന് പറഞ്ഞു. അതെന്നാ പറ്റിയേ? എനിക്കറിയാൻ മേലാന്ന് കൃഷ്ണ പറയാം. അലീന ചേച്ചി ഇന്ന് വന്നില്ലല്ലോ മുത്തശ്ശി. ഇന്ന് വരേണ്ടതായിരുന്നു, എന്തായാലും നാളെ വരുമായിരിക്കുമെന്ന് മുത്തശ്ശി കൃഷ്ണയോട് പറയുക. അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യം, അലീന ചേച്ചി വന്നില്ലെന്നും പറഞ്ഞു. അവൾ കൊള്ളാവല്ലോ, അവളുടെ കണ്ണിന് നേരെ എന്നെ കണ്ടുകൂടല്ലോ നിൻ്റെ അമ്മയ്ക്ക്, എന്നിട്ടിപ്പോൾ കാണാഞ്ഞിട്ടാണോ ദേഷ്യപത്തെന്ന് ചോദിച്ചു. അലീന ചേച്ചി ഉള്ളപ്പോഴേ അമ്മയ്ക്ക് ചുമ്മാ ഇരുന്ന് ഓർഡർ ഇട്ടാൽ മതിയല്ലോ, വേറൊന്നും ചെയ്യണ്ടല്ലോ, അത് കൊണ്ടുപാടി ഇത് കൊണ്ടുപാടി ഇത് ചെയ്യുക അത് ചെയ്യുക.
അങ്ങനെയൊക്കെ പറഞ്ഞാൽ മതിയല്ലോ. അലീന ചേച്ചി പാവം ഓടി നടന്നേ എല്ലാം അങ്ങ് ചെയ്തോളൂ എന്ന് പറഞ്ഞു. ഇപ്പം അമ്മയ്ക്ക് നല്ലൊരു ചായയെങ്കിലും കിട്ടണമെങ്കിലേ അതിടാൻ അറിയാവുന്ന ആരാ ഉള്ള ഇവിടെ എന്നൊക്കെ കൃഷ്ണ ചോദിക്കുമ്പോൾ അവനറിയാം, നിൻ്റെ അച്ഛനറിയാമെന്ന് പറഞ്ഞു മുത്തശ്ശി. എല്ലാ കൂട്ടവും നല്ല രുചിയായിട്ട് ഉണ്ടാക്കാൻ അവനറിയാമെന്ന് മുത്തശ്ശി പറയാം. വൈജ തോറ്റുപോകും ആ കാര്യത്തിൽ അവൻ്റെ അടുത്ത്. അപ്പോൾ ബെസ്റ്റ് അമ്മയുള്ളപ്പോൾ അച്ഛൻ അടുക്കളയിൽ കയറാനോ? ഇങ്ങോട്ടിരിക്കടി മോളെ. ദേ ഇപ്പോൾ പണ്ടത്തെ പോലെ വൃത്തികേടൊന്നുമില്ല. അലീന അത്ര നന്നായിട്ടാണ് എന്നെ നോക്കുന്നതെന്ന് മുത്തശ്ശി പറഞ്ഞു. അപ്പം ഞാൻ ഇരിക്കാൻ വന്നതല്ല മുത്തശ്ശി, കിടക്കാൻ വന്നതാണെന്ന് പറഞ്ഞു. എവിടെ കിടക്കാൻ? അല്ല ഞാൻ ദാ അവിടെ കിടന്നോളാം. ഹേയ്, നീ അവിടെ കിടക്കാനോ? അതൊന്നും വേണ്ട, അലീന ചേച്ചി കിടക്കുന്ന സ്ഥലമല്ലേ, എങ്ങനെയുണ്ടെന്ന് നോക്കാമെന്ന് പറഞ്ഞു നമ്മുടെ കൃഷ്ണ. അപ്പോൾ എൻ്റെ മോളെ നിനക്കതിൻ്റെ ആവശ്യം വല്ലതും ഉണ്ടോടിയെന്ന് ചോദിച്ചു. അപ്പോൾ ഇതൊക്കെയല്ലേ ആവശ്യം എന്ന് കൃഷ്ണ ചോദിക്കുക. ഇന്നലെ രാത്രി മുത്തശ്ശി ഒറ്റയ്ക്കല്ലായിരുന്നു ഇവിടെ കിടന്നത്. ഒരു ദിവസമൊക്കെ ആരും കൂട്ടില്ലെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ ഇന്ന് രാത്രിയും കൂടി ഒറ്റയ്ക്കായ മുത്തശ്ശിക്ക് അത് വിഷമാവില്ലേ? ഇല്ല മുത്തശ്ശി എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ കൃഷ്ണയുടെ കൈ ഇങ്ങനെ പിടിച്ച് മുത്തശ്ശി ഇങ്ങനെ ഭയങ്കര സ്നേഹത്തോടെ ഇങ്ങനെ ഒരു ഉമ്മയൊക്കെ കൊടുത്തു. എന്നിട്ട് കരഞ്ഞു. അപ്പോൾ ഇതെന്താ മുത്തശ്ശി കരയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ മുത്തശ്ശിയാണെങ്കിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് കിടക്കുമ്പോൾ മുത്തശ്ശിക്ക് സന്തോഷമായിക്കോട്ടെ എന്ന് കരുതി ഞാൻ വന്നേ. അപ്പോൾ മുത്തശ്ശി കരയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ സന്തോഷമായി, മുത്തശ്ശിക്ക് ഒരുപാട് സന്തോഷമായെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് അലീനയുടെ ബെഡൊക്കെ വിരിച്ച് ആ നിലത്ത് നമ്മുടെ കൃഷ്ണ ഇങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് ഇങ്ങനെ കിടക്കുക കേട്ടോ. എന്നിട്ട് അലീനയുടെ പുതപ്പൊക്കെ എടുത്ത് ഇങ്ങനെ മണത്ത് നോക്കി ഇങ്ങനെ കിടക്കുക. അപ്പോൾ എനിക്ക് അലീന ചേച്ചി വലിയ ഇഷ്ടമാണ്, ഒന്നും ചോദിക്കാതെയും പറയാതെയും എനിക്കെല്ലാം ചെയ്തു തരും ചേച്ചി എന്നും പറഞ്ഞു കൃഷ്ണ ഇങ്ങനെ പറയും അലീനയെ പറ്റി. ഒരു ഗ്ലാസ് ചൂടുവെള്ളം കിട്ടിയത് നല്ലതാണെന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ ചേച്ചി ഇതാ മുന്നിൽ വന്ന് നിൽക്കും, കയ്യിലൊരു ഗ്ലാസ് ചൂടുവെള്ളം ഉണ്ടാവും. എങ്ങനെ അറിയുന്നു എന്തോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കൃഷ്ണ പറയുമ്പം സത്യവാടി നീ പറഞ്ഞതെന്ന് മുത്തശ്ശി പറയാട്ടോ, എനിക്ക് അങ്ങനെ ഒരു ചേച്ചി മതിയായിരുന്നു, ഇവിടെ ഒരെണ്ണമുണ്ട് പൂതനയാണെന്നും പറഞ്ഞ് കൃഷ്ണ ഇങ്ങനെ ഭവിതയെ പറ്റി പറയുക. ഇതൊക്കെ കേട്ട് മുത്തശ്ശി ഇങ്ങനെ ചിരിക്കുക. അത് വൈജയുടെ തനി പകർപ്പ സ്വഭാവം കൊണ്ടെന്നും പറഞ്ഞിങ്ങനെ മുത്തശ്ശി അന്നേരം പറയുക കേട്ടോ. എനിക്ക് അച്ഛൻ്റെ സ്വഭാവം അല്ലേ മുത്തശ്ശി? സ്വഭാവം മാത്രമല്ല ഏതാണ്ട് രൂപവും അങ്ങനെയൊക്കെ തന്നെയാണെന്ന് അന്നേരം മുത്തശ്ശി പറഞ്ഞു. അപ്പോൾ അതാണെന്നും പറഞ്ഞ് നമ്മുടെ കൃഷ്ണക്കൊച്ചിനെ ഒത്തിരി അങ്ങ് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മുടെ മുത്തശ്ശിയോട് ഉറങ്ങിക്കോളാൻ പറഞ്ഞ് നമ്മുടെ കൃഷ്ണയും അവിടെ കിടന്ന് ഉറങ്ങുക കേട്ടോ. മുത്തശ്ശി ഇങ്ങനെ കൃഷ്ണയെ നോക്കി കുറേ നേരം കിടന്നങ്ങ് ഉറങ്ങിപ്പോയി. ഇത് കഴിഞ്ഞതിന് ശേഷം രാവിലെ തന്നെ നമ്മുടെ അലീന പോകാനായിട്ട് ഇറങ്ങി വരിക. അപ്പോഴേക്കും അവർ രണ്ടുപേരും, അതായത് മാമച്ചാനൊക്കെ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ പോകാൻ ഇറങ്ങി വന്ന അലീനയെ കാണിച്ചു കൊടുക്കുവാണ് മാമച്ചായൻ ഗ്രേസമ്മയ്ക്ക്. ഐശുടി നീ രാവിലെ പോവുകയാണോ, ഒന്നും കഴിക്കണ്ടായോ എന്ന് ചോദിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിച്ചില്ലല്ലോ. അപ്പം ഞാൻ ചായ കുടിച്ചു, അത് മതി എന്ന് അലീന പറയുക. 9 മണിക്കെങ്കിലും പാലായിൽ എത്തണമെന്നും മുത്തശ്ശിക്ക് ആരുമില്ല കൂട്ട്, പിള്ളേരെല്ലാം സ്കൂളിൽ പോകുന്നു, അങ്കിളിന് ഷോപ്പിൽ പോകണം, മേഡത്തിന് ബാങ്കിലും പോകണമെന്ന് പറഞ്ഞു. അപ്പം നീ അല്ലേടി അവൾക്ക് കഴിക്കാൻ എന്തെങ്കിലും വെച്ചുണ്ടാക്കി കൊടുത്ത് കഴിപ്പിച്ച് വിടേണ്ടതെന്ന് ഗ്രേസമ്മ രേവതിക്കുട്ടിയോട് ചോദിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് കേൾക്കണ്ടേന്ന് പറഞ്ഞു. മാമച്ചായ ഇവൾ ബസ് സ്റ്റാൻഡിലൊന്നും കൊണ്ടുപോയി ബസ് കയറ്റി വിടാൻ പറഞ്ഞു. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു മാമച്ചായൻ പോകാനായിട്ട് ഇറങ്ങുന്നു. ആ സമയത്ത് നമ്മുടെ അലീന ഗ്രേസമ്മയുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് ആൻറ്റി എന്നും പറഞ്ഞു ഒരുപാട് നന്ദിയൊക്കെ പറയും കേട്ടോ. കണ്ണൊക്കെ നിറഞ്ഞു അലീനയുടെ, ഭയങ്കരമായിട്ട് സങ്കടമൊക്കെ വന്നു. എൻ്റെ രേവതിക്കുട്ടിയെ നന്നായി നോക്കുന്നതിന് ഒരുപാട് നന്ദിയൊക്കെ പറഞ്ഞ് ഞാൻ ഇറങ്ങുകയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ആരൊക്കെയും ഉണ്ടെന്നൊരു തോന്നല, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആരും ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പോൾ മനസ്സിന് ഒരുപാട് സന്തോഷമുണ്ട്, ഇവിടെ വന്നപ്പോൾ വിഷമമൊക്കെ മാറിയെന്നൊക്കെ അലീന പറഞ്ഞപ്പോഴത്തേക്കും ഗ്രേസമ്മ അലീനെ കെട്ടിപ്പിടിച്ചു കേട്ടോ. ഗ്രേസമ്മയുടെ കണ്ണും നിറഞ്ഞു. മാമച്ചാനും ഒരുപാട് സങ്കടവും സന്തോഷവും ഒക്കെ ആയി. ആ സമയത്ത് സാറിനോട് നന്ദി പറഞ്ഞു. അപ്പോൾ എനിക്ക് ആദ്യമൊക്കെ ഒരുപാട് പേടിയുണ്ടായിരുന്നു, നിങ്ങൾ രേവതിക്കുട്ടിയെ ദ്രോഹിക്കോ ഉപദ്രവിക്കോ എന്നൊക്കെ പേടിയായിരുന്നു. ഇപ്പം ഞാൻ എത്ര സന്തോഷത്തിലാണ് തിരിച്ചു പോകുന്നതെന്ന് അറിയാമോ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ അലീന പറയുക. ഒരു അച്ഛൻ്റെയും അമ്മയുടെയും തണലിൽ നിർത്തിയിട്ട് പോകുന്നത് പോലെ എനിക്ക് തോന്നുന്നതെന്നൊക്കെ നമ്മുടെ അലീന ഇങ്ങനെ അവരോട് പറഞ്ഞു. അതൊക്കെ അവർക്ക് വല്ലാണ്ട് മനസ്സിൽ തട്ടിയ കാര്യങ്ങളാണ്. അങ്ങനെ അലീന ഇവരോടെല്ലാം പറഞ്ഞ് രേവതിക്കുട്ടിയോടും അവിടെ നിൽക്കുന്ന കാര്യമൊക്കെ പറഞ്ഞു കൊടുത്തു. ദേ നീ ഇടയ്ക്കൊക്കെ വിളിക്കണം, ഇടയ്ക്ക് വരണം, പിന്നെ ഒരു ദിവസം ഞങ്ങൾ ഇവളെയും കൂട്ടി അങ്ങോട്ടേക്ക് വന്നേക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് അവർ യാത്രയായി. ഗ്രേസമ്മ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുന്നു. മാമച്ചായൻ അലീനയെ കൊണ്ടുവന്ന് വണ്ടി കയറ്റി വിട്ടു. തൊട്ടടുത്ത നിമിഷം ഓട്ടോ വിളിച്ച് നമ്മുടെ അലീന ഇവിടെ വീട്ടിലെത്തി. വീടൊക്കെ അടഞ്ഞു കിടക്കുന്നു. ഒന്ന് കോളിംഗ് ബെല്ലടിച്ചു. അലീന ഒന്ന് കോളിംഗ് ബെല്ലടിച്ച സമയത്ത് ആരും അവിടെ ഇല്ല, വാതിലകത്തുനിന്ന് കുറ്റിയിട്ടിരിക്കുക. ഇങ്ങനെ വന്ന് നോക്കുക കേട്ടോ അലീന. എന്നിട്ട് വീടിൻ്റെ പുറകുവശത്തോടെ വന്നു. വീടിൻ്റെ പുറകുവശത്തോടെ വന്നപ്പോൾ വീടിൻ്റെ പുറകുവശത്തെ ഡോറും പൂട്ടിയിട്ടിരിക്കുക. അപ്പോൾ അമ്മയെ പതുക്കെ കൊണ്ടുവന്ന് സോഫയിലേക്ക് ഇരുത്തി ഈ വൈജയന്തി അകത്ത്. അപ്പോൾ അമ്മയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ കാലിന് വേദനയുണ്ടെന്ന് പറഞ്ഞു അമ്മ. അത് കുഴമ്പിട്ട് മസാജ് ചെയ്ത് അങ്ങ് മാറിക്കോളൂ എന്ന് പറഞ്ഞു. അല്ല നമ്മൾ എന്തിനാടി ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിക്കുക. നമ്മൾ ആശുപത്രിയിൽ നിന്ന് നേരത്തെ വീട്ടിലോട്ട് പോകുന്നല്ലായിരുന്നു എളുപ്പം ചോദിക്കുമ്പം ഇതല്ലേ അമ്മയുടെ വീട്, കൈതയ്ക്കൽ മാളിക വീടെന്ന് ചോദിച്ചപ്പോൾ
നീ എന്നെ ഇവിടെ വിട്ടിട്ട് പോകാമെന്നതാണോ എന്ന് ചോദിച്ചു. വല്ലപ്പോഴും സ്വന്തം തറവാട്ടിലോട്ടൊക്കെ വന്നു പോകുന്നത് നല്ലതാമേന്ന് പറഞ്ഞു. വന്നിട്ട് കുറേ നേരം ആയല്ലോ, എന്തിനാ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ ഇരുത്തിയിരിക്കുന്നത്? അപ്പോൾ പണിയെടുക്കാൻ വയ്യാത്തത് കൊണ്ട് അമ്മയെ ഒഴിവാക്കാൻ കൊണ്ടുവന്നതാ വൈജ. എടി എൻ്റെ മരുന്നും അരിഷ്ടമൊക്കെ കടപ്പാട്ടുവരെല്ലാം ചോദിക്കുമ്പം ഒരു നേരം അതൊന്നും കഴിച്ചില്ലെന്ന് വെച്ചൊന്നും വരാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു വൈജ. അല്ല, നമ്മൾ എന്ത് കാര്യത്തിനാടി ഇങ്ങോട്ടേക്ക് വന്നേ? നീ എന്തിനാ ഇന്ന് ലീവ് എടുത്തേ? ഇന്ന് തന്നെ ആശുപത്രിയിൽ പോകേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചപ്പം അമ്മയുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഞാനാണല്ലോ അല്ലേ? ഓ അല്ലെന്നിപ്പോൾ ഇവിടെ ആരെങ്കിലും പറഞ്ഞോ? എന്നാൽ എനിക്കറിയാം എന്തൊക്കെ എപ്പോഴൊക്കെ ചെയ്യണമെന്നുള്ളതെന്ന് പറഞ്ഞ് വൈജ പറയാം. അപ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് വരുന്നു കമല. ജ്യൂസ് കൊണ്ടുവന്ന് കൊടുക്കുക, തണുത്തതല്ലേ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ വേണ്ടെങ്കിൽ കുടിക്കണ്ടെന്ന് കമല. ആ പെങ്കൊച്ച് ഇപ്പോൾ കടപ്പാട്ടൂരെത്തി കാണുമല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഏത് പെങ്കൊച്ചിൻ്റെ കാര്യമാണ് അമ്മ പറയുന്നതെന്ന് ചോദിച്ചു കമല. അലീനയുടെ കാര്യം. അവളോ? അവൾ വരട്ടെ, അതിന് ഞാൻ എന്തോന്ന് വേണമെന്ന് ചോദിച്ചു. അവൾ പ്രധാനമന്ത്രിയൊന്നും അല്ലല്ലോ, വന്ന ഉടനെ ചെന്ന് മുഖം കാണിക്കാനും ചോദിക്കും. അല്ല, നിങ്ങൾ ചോറിട്ടിട്ടല്ലേ പോകുന്നുള്ളൂ, മാത്രമേ ഉള്ളൂ ഏട്ടത്തി. അപ്പം ഞാൻ അടുക്കളയിലോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞ് കമല അടുക്കളയിലോട്ട് പോയി. ഈ സമയത്ത് എടി നമ്മളിവിടെ നിന്നാണ് ഉണ്ണുന്നതെന്ന് ചോദിച്ചു മുത്തശ്ശി. ഇവിടെ നിന്നുണ്ടല്ലോ, എന്താ കുഴപ്പം? ഇതെന്താ അന്യ വീടാണോ എന്ന് ചോദിച്ചു. അമ്മയ്ക്ക് ഈ വീട്ടുകാരുമായിട്ട് ഒരു ബന്ധമില്ലാത്തതുപോലെയാണല്ലോ അമ്മ സംസാരിക്കുന്നത്. ഇതെന്താ ഇങ്ങനെ? അമ്മ അച്ഛൻ്റെ ഭാര്യയായിട്ട് വലതുകാല് വെച്ച് കയറി വന്ന വീടായത്. ഒന്നും രണ്ടും അല്ല, 4 മക്കളെ അമ്മ പ്രസവിച്ച് വളർത്തിയത് ഈ വീട്ടിൽ വെച്ചാ. 100 കണക്കിന് ആളുകൾക്ക് അമ്മ ഈ വീട്ടിൽ വെച്ച് വിളമ്പി കൊടുത്തിട്ടുണ്ട്. ഇത് ശല്ലേ അമ്മ ശരിക്കും അമ്മയുടെ വീട്? അമ്മയുടെ പേരിൽ എഴുതി വെച്ചിരിക്കുന്ന വീടെന്ന് ചോദിക്കുമ്പം നീ ഇനി എന്തിനാ എനിക്ക് വീട്? കിടക്കാൻ ഒരു പായും തലെണ്ണയും വേണം, പുതയ്ക്കാനൊരു പുതപ്പും വേണം, 2 നേരം കഞ്ഞിയായാലും മതി. പിന്നെ ദണ്ണത്തിനൊരിത്തിരി മരുന്ന്, അത്ര മതി എനിക്ക്. മതിയെങ്കിൽ മതി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക വൈജ. എടി നീ വീട് പൂട്ടിയേച്ചാണ് വന്ന് താക്കോൽ എവിടെ വെച്ചേക്കാണെന്ന് നമുക്കറിയാമോ? അമ്മ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ നടക്കുന്നത്? അമ്മയ്ക്ക് അമ്മയുടെ കാര്യം നോക്കിയാൽ പോരെന്നും പറഞ്ഞുകൊണ്ട് വൈജയന്തി അവിടെ നിന്ന് പോവുക. എന്തൊരുത്തിയാന്നും പറഞ്ഞുകൊണ്ട് അമ്മ അവിടെ ഇരിക്കുക. ഈ സമയത്ത് കമല അടുക്കളയിൽ ജോലി ചെയ്യാൻ കയറി. അപ്പോഴത്തേക്കും വൈജ അങ്ങോട്ടേക്ക് വന്നപ്പം ചോറിന് എന്താ ചേച്ചി കറി എന്ന് ചോദിക്കുമ്പോൾ മോര് വെട്ടിച്ചതും മീൻ വറ്റിച്ചതും മോരുകറിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അത് മതി, ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഉണ്ടാക്കാനൊന്നും പോകണ്ടെന്ന് പറഞ്ഞു. എന്നാൽ ഓംലേറ്റ് ഉണ്ടാക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ശരി, നീ ആ കപ്പ് സ്പൂണും എടുത്തെന്ന് പറഞ്ഞുകൊണ്ട് കമല വൈജയെ കൊണ്ട് വരുന്നൊക്കെ ചെയ്യിക്കുന്നു. കമല ഇതൊക്കെ ഉണ്ടാക്കി അവർക്ക് 2 പേർക്കും ഫുഡ് കഴിക്കും. അപ്പോൾ ഏട്ടത്തി വിളിച്ചപ്പോഴേ എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയെന്ന് പറഞ്ഞു. അമ്മയെ കൂട്ടി ഹോസ്പിറ്റലിൽ പോകാനോ അതോ ഇങ്ങോട്ട് വരാനോ? ഏത് ഐഡിയ? അപ്പോൾ രണ്ടും അങ്ങനെയാണ്. അമ്മയുടെ പ്ലാസ്റ്റർ അഴിക്കാനേ ശനിയാഴ്ച പോയാൽ മതിയായിരുന്നു എന്ന് വൈജ പറഞ്ഞു. പിന്നെ എന്തിനാ ലീവ് എടുത്ത് ഇന്ന് തന്നെ പോയത്? അത് പിന്നെ അവൾക്കൊട്ടൊരു പണി കൊടുക്കണമെന്ന് കരുതിയിട്ട് തന്നെയാണ്. അപ്പം അലീനക്കെട്ടാണോ? അവധി ചോദിച്ചപ്പോൾ 2 ദിവസത്തെ ലീവ് കൊടുത്തു. ഇന്നലെ വൈകിട്ട് തിരിച്ചു വരേണ്ടവളാ. അപ്പോൾ അവൾക്കൊട്ട് ഒരു ചെറിയ പണി കൊടുക്കേണ്ട കമലെടുത്തി. അപ്പോൾ അത് വേണം, ചെറുതല്ല വലുത് തന്നെ ആയിക്കോട്ടെ എന്നാൽ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞുകൊണ്ട് കമല വൈജയ്ക്ക് ഉപദേശിച്ചു കൊടുക്കുക. 2 എണ്ണങ്ങളും കൂടെ അവിടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. നന്ദി.